താൽക്കാലിക നഷ്ടങ്ങൾ പ്രൊഫഷണൽ സൈന്യത്തെ ബാധിക്കില്ലെന്ന് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ. അത്തരം തിരിച്ചടികൾക്ക് പ്രാധാന്യമില്ലെന്നും അവസാനം ലഭിക്കുന്ന ഫലത്തിനാണ് പ്രാധാന്യമെന്നും പൂനെയിലെ സാവിത്രിഭായ് ഫൂലെ സർവകലാശാലയിൽ സംഘടിപ്പിച്ച പ്രഭാഷണത്തിനിടെ അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഇന്ത്യ നൽകിയ സൈനിക തിരിച്ചടിക്ക് പിന്നാലെ സേനയ്ക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് ജനറൽ അനിൽ ചൗഹാന്റെ പ്രതികരണം. ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ വിജയിക്കണമെങ്കിൽ എത്ര വിക്കറ്റുകൾ എടുത്തു, എത്ര റൺസ് എടുത്തു, എത്ര പന്തുകൾ നേരിട്ടു, എത്ര കളിക്കാർ ഔട്ടായി എന്നതിൽ കാര്യമില്ല. അവസാനത്തെ ഫലത്തിനാണ് പ്രാധാന്യം. എത്ര വിമാനങ്ങൾ നശിക്കപ്പെട്ടു, എത്ര റഡാറുകൾ തകർന്നു, അത്തരം വിവരങ്ങളോട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ കഴിയും. പക്ഷേ നഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അത്ര ശരിയല്ല, അദ്ദേഹം പറഞ്ഞതാണ്. കഴിഞ്ഞയാഴ്ച സിംഗപ്പൂരിൽ നടന്ന ഒരു പരിപാടിയിൽ ഇന്ത്യക്ക് ചില തിരിച്ചടികൾ നേരിട്ടതായി അദ്ദേഹം സ്ഥിരീകരിച്ചിരുന്നു. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന അഭ്യൂഹങ്ങൾ തുടർന്നതിനെ തുടർന്നാണ് വിഷയത്തിൽ പ്രതികരണവുമായി അദ്ദേഹം എത്തിയിരിക്കുന്നത്. അതേസമയം റഫാൽ വിമാനങ്ങളോ മറ്റേതെങ്കിലും യുദ്ധവിമാനമോ പാകിസ്ഥാൻ വെടിവെച്ചിട്ടതായുള്ള എല്ലാ വാർത്തകളും ഇന്ത്യ നേരത്തെ തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ സിംഗപ്പൂരിൽ നടന്ന പരിപാടിക്കിടെ നടത്തിയ പരാമർശം ചർച്ച ചെയ്യപ്പെട്ടതോടെയാണ് പ്രതികരണവുമായി അനിൽ ചൗഹാൻ തന്നെ രംഗത്തെത്തിയത്. പാകിസ്ഥാൻ വെടിവെച്ചിട്ടതിൽ ഇന്ത്യയുടെ ഫ്രഞ്ച് നിർമ്മിത റഫാൽ വിമാനങ്ങളും ഉണ്ടെന്നായിരുന്നു നേരത്തെ അഭ്യൂഹം പരന്നത്. പാകിസ്ഥാൻ, പാക് അധീന കാശ്മീർ എന്നിവിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ആക്രമണത്തിന് 3 ദിവസത്തിനു ശേഷം മെയ് 10 രാത്രിയിൽ ഇന്ത്യ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ ഇസ്ലാമാബാദ് ഇന്ത്യയുമായുള്ള സംഘർഷം വഷളാക്കിയതെന്ന് അനിൽ ചൗഹാൻ പറഞ്ഞിരുന്നു. മെയ് 10 പുലർച്ചെ 1 മണിയോടെ 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയെ മുട്ടുകുത്തിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഒന്നിലധികം ആക്രമണങ്ങൾ നടന്നു. ഒരു വിധത്തിൽ അവർ ഈ സംഘർഷം വർദ്ധിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഞങ്ങൾ തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് ആക്രമിച്ചത്. പാകിസ്ഥാൻ 48 മണിക്കൂർ തുടരുമെന്ന് കരുതിയിരുന്ന പ്രവർത്തനങ്ങൾ 8 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിച്ചു. 2025 മെയ് 10 പാകിസ്ഥാൻ നടത്തിയ നിരവധി രാത്രികാല ആക്രമണങ്ങൾക്ക് ശേഷം അയൽ രാജ്യത്തുടനീളമുള്ള നൂർഖാൻ, മുരീദ്, റഫീഖി തുടങ്ങിയ പ്രധാന വ്യോമതാവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തു. മെയ് 9, 10 രാത്രിയിൽ പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും ആക്രമണം ശക്തമാക്കി. പ്രതിരോധ മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം ശ്രീനഗർ, ജമ്മു ആൻഡ് കാശ്മീർ മുതൽ ഗുജറാത്തിലെ നാലിയ വരെയുള്ള 26 സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിട്ടു. മെയ് 10 പുലർച്ചെ 1:40 ഇന്ത്യയിലെ പഞ്ചാബിലെ വ്യോമതാവളങ്ങൾ ലക്ഷ്യമിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പാകിസ്ഥാൻ അതിവേഗ മിസൈൽ ആക്രമണം നടത്തി. പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യൻ സായുധ സേന പരാജയപ്പെടുത്തി. ഈ സംഘർഷത്തിന് മറുപടിയായി പാകിസ്ഥാൻ സൈനിക താവളങ്ങൾ, കമാൻഡ് സെന്ററുകൾ, ആയുധ കേന്ദ്രങ്ങൾ എന്നിവയിലും മറ്റും ഇന്ത്യ കൃത്യമായി ആക്രമണം നടത്തി. ഈ സംഘർഷത്തെ തുടർന്ന് ശത്രുത അവസാനിപ്പിക്കുന്നതിനായി പാകിസ്ഥാൻ ഇന്ത്യയുമായി ചർച്ചകൾ നടത്തുകയും ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.